നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആരവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. സർവീസ് സംഘടനകളെല്ലാം കക്ഷി പിരിഞ്ഞ് അവരവരുടെ പാർട്ടിയെ ജയിപ്പിച്ചെടുക്കാനുള്ള സ്ക്വാഡുകളും സർവീസ് സ്ക്വാഡുകളും ഒക്കെ എല്ലാവരും രംഗത്തിറങ്ങി കഴിഞ്ഞു. ഡി എയുടെ ഉത്തരവ് തന്നല്ലോ, പിന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചല്ലോ, അഷ്വേർഡ് പെൻഷൻ കമ്മിറ്റിയെ വെച്ചല്ലോ, ഉത്തരവിറങ്ങിയതെന്ന് പറഞ്ഞ് ഭരണകക്ഷി സർവീസ് സംഘടനകളും ഡി എക്ക് വെറുതെ ഉത്തരവിറക്കിയതല്ലാതെ ഡി എ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ സംഘടനകളുമൊക്കെ എല്ലാവരും വീട് വീടാന്തരം പോവുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇളകി മറിച്ച് അർമാദിക്കുന്ന സമയമാണ്. അതിനിടയിൽ എല്ലാവരും മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. ഏപ്രിൽ 1 ശമ്പളത്തിൽ ഡി എ കിട്ടുമോ? നേരത്തെ ഇറങ്ങിയ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഡി എ കുടിശ്ശിക 8 തുല്യ ഗഡുക്കളായി 2025-26-27 സാമ്പത്തിക വർഷത്തിൽ കൊടുത്തു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ മാർച്ച് മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ് ഈ സാമ്പത്തിക വർഷം മാർച്ചിൽ കഴിയും, ഏപ്രിൽ തൊട്ട് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കും. ഏപ്രിൽ 1 കൊടുക്കുമോ? ഇതുവരെ അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടോ? അതായത് സാമ്പത്തിക വർഷം കൊടുക്കും 8 ഗഡുക്കളായി എന്ന് പറയുമ്പോൾ ആദ്യ ഗഡു എപ്പോൾ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഉത്തരവ് ഇറങ്ങണ്ടേ? ഒരു സാങ്കേതിക സംശയമാണ്. അതോ ഏപ്രിൽ 1 കൊടുക്കുമോ? ഈ 8 ഗഡുക്കളായിട്ട് കൊടുക്കും എന്ന് പറയുന്നത്, അതോ ഇനി 8 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് പറയുന്നതിന് പി എഫിലാണോ ലയിപ്പിക്കുന്നത്? ക്യാഷായിട്ട് കൊടുക്കുമോ, പി എഫിൽ ലയിപ്പിക്കുമോ? അതിനെ സംബന്ധിച്ചൊരു അവ്യക്തതയുണ്ട്. അതിന് പി എഫിലാണ് ലയിപ്പിക്കുന്നതെങ്കിൽ ലയിപ്പിച്ച് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാണ് തിരിച്ചെടുക്കാൻ പറ്റുന്നത്? അങ്ങനെയുണ്ട്. കാരണം പി എഫിൽ ഇട്ടു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോയി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനും ഒരു പീരീഡ് പറയും. അപ്പോൾ ഡി എ ഇപ്പോൾ ആകെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏപ്രിൽ 1 ഡി എ കിട്ടുമോ എന്നറിയാനൊരു കൗതുകം എല്ലാവർക്കുമുണ്ട്. അതുപോലെ തന്നെ 8 ഡി എ 8 പ്രാവശ്യമായിട്ട് കൊടുക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞ് ഡി എ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ്റെ അതിലേക്ക് പങ്കാളിത്ത പെൻഷൻകാരായിട്ടുള്ള 2 ലക്ഷത്തോളം വരുന്ന 5 ലക്ഷത്തിൽ 2 ലക്ഷം ആളുകളെ ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻകാരാണ്. 2 ലക്ഷം ആളുകൾ പിന്നെ പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരാണ്. അപ്പോൾ ഈ 2 ലക്ഷം വരുന്ന ആളുകളുടെ അഷ്വേർഡ് പെൻഷനിൽ എന്താണ് സംഭവിക്കുക? ഏപ്രിൽ 1 മുതൽ അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻ ഇറങ്ങിയിട്ടില്ല. ഗൈഡ് ലൈൻ ഇറങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷനിലേക്ക് ആളുകൾ ഓപ്റ്റ് ചെയ്യുക? കാരണം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ, ഇനി ചിലപ്പോൾ ഉത്തരവ് ഇറങ്ങുമോ നമുക്കറിയത്തില്ല. പക്ഷേ ഉത്തരവ് ഇറങ്ങിയാലും ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റ് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയാൽ അതിനാരെങ്കിലും കോടതിയിൽ ചലഞ്ച് ചെയ്താൽ അതിൻ്റെ സാങ്ക്ടിറ്റി നഷ്ടപ്പെടില്ലേ? പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ആരെങ്കിലും കൊണ്ട് പരാതി കൊടുത്താൽ അതിൻ്റെ സാങ്ക്ടിറ്റി നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരെ തള്ളിവിട്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതേസമയം 8 ഗഡു ഡി എ എന്നുള്ളത് ഒരു ഗഡു അങ്ങാനും നേരത്തെ കൊടുത്തിട്ട് ബാക്കി അപ്പോഴൊരു ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ വരില്ലായിരുന്നു. അതുപോലെ അഷ്വേർഡ് പെൻഷൻ ഒരു ജനുവരിയിലെങ്കിലും അതിൻ്റെ ഉത്തരവ്, ഏപ്രിൽ കൊടുത്താൽ മതി, പക്ഷേ ജനുവരിയിലെങ്കിലും അതിൻ്റെ ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നെങ്കിൽ മനോഹരമാക്കുമായിരുന്നു. ഇപ്പോൾ ഗൈഡ് ലൈനും ഇല്ല, കടലിലുമില്ല, ചെകുത്താനും ഇടയിൽ, കടലിൻ്റെയും ചെകുത്താൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ പുറത്തിറങ്ങും, നമ്മുടെ ആളുകളെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം നമ്മൾ കൈയടിക്കും, മുദ്രാവാക്യം വിളിക്കും, കൊടിയൊട്ടിക്കും, പോസ്റ്റർ ഒട്ടിക്കും, ബാനർ കെട്ടും, സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്ന് തള്ളി മറിക്കും നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കാൻ. അപ്പോഴും ഇത് തന്നെ അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ കൗതുകം. മതസംഘടനകൾ വലിയ പരാതി പറയും, ഞങ്ങൾക്കാർക്കും സീറ്റ് കിട്ടിയില്ലേ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ സീറ്റ് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ സർവീസ് സംഘടനകളും ഉദ്യോഗസ്ഥരും പെൻഷൻകാരും ഡി ആർ കിട്ടിയില്ലേ എന്ന് ബഹളം ഉണ്ടാക്കും. പക്ഷേ വോട്ടെടുപ്പ് വരുമ്പോൾ പല കഷ്ണങ്ങളായി നിന്ന് അവരവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുകയും വീണ്ടും ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്തൊരു ജനാധിപത്യത്തിലാണ് നമ്മൾ പോകുന്നത്. വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ. 2 സംശയങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ഏപ്രിൽ 1 ഡി എ കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഏപ്രിൽ 1 സാലറിയോടുകൂടി. രണ്ടാമത് 8 ഗഡു എന്ന് പറഞ്ഞതിൻ്റെ 1ാം ഗഡു എപ്പോൾ ലഭിക്കും? ബാക്കി ഗഡുക്കൾ ലഭിക്കുന്നതിനുള്ള ഉത്തരവ് എവിടെ? അതുപോലെ തന്നെ അഷ്വേർഡ് പെൻഷൻ്റെ പേപ്പറുകൾ എങ്ങോട്ട് നീങ്ങി, എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയേണ്ടുന്നൊരു വിഷയമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് പിന്നെ ഉത്തരവുകളൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി ഉത്തരവ് ഇറക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ലയോ? അതോ നേരത്തെ അഷ്വേർഡ് പെൻഷൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയത് കൊണ്ട് അതിൻ്റെ ഗൈഡ് ലൈൻ ഇറക്കാൻ സാങ്കേതികമായി തടസ്സമില്ലയോ? അങ്ങനെ തടസ്സമില്ലെങ്കിൽ അടുത്ത 10-15 ദിവസത്തിനകത്ത് ഇന്നിപ്പോൾ 20 കഴിഞ്ഞു, അടുത്ത 10 ദിവസത്തിനകത്ത് ഗൈഡ് ലൈൻ ഇറങ്ങുമോ എന്നറിയാനും താല്പര്യമുണ്ട്. അതുപോലെ അപ്പോൾ ഡി എ, ഡി ആർ, അഷ്വേർഡ് പെൻഷൻ ഇതിനെ സംബന്ധിച്ച് ബാലഗോപാൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാകുമോ? ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പേ വല്ലതും നടക്കോ ചേട്ടാ? അല്ലെങ്കിൽ
ആളുകൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പറപറ ഇടിക്കുന്നത് കൈപ്പത്തിയിലും പിന്നെ താമരയിലും ഒക്കെ ആയിരിക്കും. അവിടെ പിന്നെ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അവർ ഡീലുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആര് ഡീൽ വച്ചാലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. 5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 7-8 ലക്ഷം വരുന്ന പെൻഷൻകാരും അവരുടെ കുടുംബങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ വലിയൊരു ജനസംഖ്യയുണ്ട്. അവർ 8ൻ്റെ പണി ചെയ്യും. പക്ഷെ അപ്പോഴും ചില പ്രൊഫസർമാരൊക്കെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. എന്താ തിളപ്പെന്ന് വെച്ചാൽ, തന്നില്ലേ, ആൻ്റണി തന്നോ, ഉമ്മൻചാണ്ടി തന്നോ, മോദി തന്നോ എന്നൊക്കെ ചോദിച്ച് അവനവന് കിട്ടാനുള്ളത് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മറ്റവർ തന്നോ മറിച്ചവർ തന്നോ, നമുക്ക് ഒരുപാട് പൈസ തന്നില്ലേ, ലക്ഷങ്ങൾ കിട്ടുന്നില്ലേ വീട്ടിൽ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞ് പ്രൊഫസർമാർ ചോദിക്കുമ്പോൾ, പൊന്നു പ്രൊഫസർമാരെ 1000 രൂപയും 2000 രൂപയും 10000 രൂപയും 15000 രൂപയും ഒക്കെ പെൻഷൻ വാങ്ങുന്ന വളരെ സാധുക്കളായ പാവങ്ങളായുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ, ഞങ്ങൾക്ക് പിന്നെ തന്നാൽ മതിയെന്ന്. പാവങ്ങൾക്ക് കിട്ടട്ടെ, വളരെ കഷ്ടപ്പെട്ട പാവങ്ങൾക്ക് ഈ DA ഒക്കെ കിട്ടട്ടെ. പ്രൊഫസർമാർക്കൊന്നും ഇത് വേണ്ട എന്നാണ് പ്രൊഫസർമാരുടെ വാദമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കരുത്.